ഹലോ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇതാണ് മണാലി ബസ് സ്റ്റാൻഡ്. മണാലി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഉള്ളത് HRTC, ഹിമാചൽ പ്രദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ്. മണാലിയും ചെറിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. വിചാരിച്ച ഇത്ര വലിയ ബസ് സ്റ്റാൻഡല്ല. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒരു റൂമിലേക്ക് നടക്കുകയാണ്. ഇതാണ് എൻ്റെ റൂം കേട്ടോ. ഇതൊരു റൂം ഞാൻ കാണിച്ചു തരാം. മണാലിയിലേക്ക് വരുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഒരു പാർക്ക് വ്യൂ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. അങ്ങോട്ടേക്ക് മാക്സിമം റൂം എടുക്കാതിരിക്കുക. കാരണം വളരെ ഫ്രോഡ് സാധനമാണ് അയാൾ. അത്ര വൃത്തിയില്ലാത്ത ഹോട്ടലുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് റൂമിലൊന്ന് ഇറങ്ങി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ചെറുങ്ങനെ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത് തണുപ്പാണ്, നല്ല തണുപ്പാണ് കേട്ടോ. മണാലി തണുപ്പാണ്. ഇന്നലെ ധർമ്മശാലയിൽ ഞാനുണ്ടായി. ധർമ്മശാലയിൽ എനിക്ക് അത്ര തണുപ്പടിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ധർമ്മശാലയിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ കയറി മണാലിയിലേക്ക് വന്നു. മണാലിയിൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ നമുക്ക് കോട്ടില്ലാതെ നിൽക്കാൻ പറ്റില്ല. ഒരു ജാക്കറ്റോ കോട്ടൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നിൽക്കാൻ പറ്റില്ല. അത്രയും നല്ല തണുപ്പുണ്ട്. ഇനി രാത്രിയാകുമ്പോൾ നല്ല തണുപ്പ് കൂടും. ഇത് ശരിക്കും സമ്മർ സമയമാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. ഇനിയിപ്പോൾ നമ്മൾ വിൻ്ററിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. വിൻ്റർ തണുപ്പ് കാലത്ത് വന്നിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മഞ്ഞ് വീണിട്ടുണ്ടാവും. മറ്റേ ഹിഡിംബ ടെമ്പിളിലൊക്കെ മുകളിലൊക്കെ മഞ്ഞ് വീണിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള മാൾ റോഡ് എന്ന് പറയും. ഇതാണ് മാൾ റോഡ് കേട്ടോ. മെയിനായിട്ടുള്ള റോഡാണിത്. മണാലിയിൽ നമ്മൾ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എനിക്കൊന്ന് നമ്മൾ 3 Idiots സിനിമ മണാലിയിലും ഷിംലയിലായിരുന്നു അത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിവേ ഇതാണ് മാൾ റോഡ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റാണ്, ഇവിടുത്തെ ജംഗ്ഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ ടൗണെന്ന് നമുക്ക് പറയാം. മണാലിയിലെ ഇവിടെ രാത്രി ഫുൾ ടൈം ഇവിടെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ 24 hours തുറക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ പറയുക, ഒരു ചെറിയ ടെമ്പിൾ ഉണ്ട്. അവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കാണാം. പിന്നെ ഒരുപാട് കച്ചവടക്കാരെയും വഴിയോടെ കച്ചവടക്കാരൊക്കെ നമുക്ക് കാണാം. ടൂറിസ്റ്റ് ഗൈഡിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഇസ് മണാലിയിലെ മാൾ റോഡാണ് ഇത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാമറ എടുത്തൊന്ന് നടന്നു. നല്ല അടിപൊളി സ്ഥലം തന്നെ. പിന്നെ ഇവിടെ മണാലിയിലെ ആൾക്കാർ ഒരു തൊപ്പിയൊക്കെ ഇടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു തവിട്ട് കളറിലെ ഒരു ബ്രൗൺ പോലത്തെ കളർ, റെഡ് എന്ന് പറഞ്ഞാൽ റെഡല്ല, ഒരു ബ്രൗൺ കളറിലെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇത് കണ്ട, ഇത് നേപ്പാളിലേക്കെല്ലാം ടൂർ സർവീസൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നേപ്പാൾ ഭൂട്ടാനിലൊക്കെ കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ വരാം. അപ്പോൾ ഞാൻ ചെറുങ്ങനെ സ്ട്രീറ്റിൻ്റെ ഉള്ളോട്ടൊക്കെ കയറി ക്യാമറ എടുത്തിട്ട്. ഇവിടെ മെയിനായിട്ട് ഹോട്ടൽ തന്നെയാണ്. ഹോട്ടലിൽ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. വെജ് ആൻഡ് നോൺ വെജ് ഹോട്ടലുണ്ട്. പല ഡിഷും കഴിക്കാം, ടേസ്റ്റ് ചെയ്യാം. ഹിമാലയൻ ഡിഷും ഫുഡൊക്കെ കഴിക്കാം. ഹിമാലയത്തിൻ്റെ എന്താ പറയുക, പല ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. സിദ്ധു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നടന്നു. പിന്നെ എന്താ പറയുക, ഞാനൊരു ജാക്കറ്റ് വാങ്ങിച്ച്, പിന്നെ ഒരു ഗ്ലൗസ്, 2 സോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തണുപ്പുണ്ട്. സോക്സ് ഇല്ലാതെ നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കാലിന് തണുപ്പടിച്ച് അങ്ങ് ഉള്ളോട്ട് കയറും. അപ്പോൾ ഞാൻ 2 സോക്സും വാങ്ങിച്ചു. പിന്നെ ഒരു ഗ്ലൗസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഗ്ലൗസ്. അതും വാങ്ങിയിട്ട് നടന്നു. അപ്പോൾ മണാലി തന്നെ, ടൗണിൽ തന്നെ, മാൾ റോഡിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു ചെറിയ മൊണാസ്ട്രി ഉണ്ട്. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. അവിടത്തേക്ക് നമുക്ക് പോവാം. ഇത് നമ്മൾ കണ്ട ആ മണി ബെല്ലാണിത്, റിംഗ് മണി ബെല്ല്. അവിടെ കുറേ പിള്ളേർ ഇരുന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, മറ്റേ ധർമ്മശാല കണ്ടിട്ടില്ല. അതന്നെ, അതിൻ്റെ വലുതട്ടോ. ഇത് വലിയ സംഭവമാണ്. സോ ഇവിടെ കുറച്ച് വിഗ്രഹങ്ങളുണ്ട്, വാൾ പെയിൻറ്റിങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ കുറച്ച് സമയം നിന്നു. ഇവിടെ പ്രാർത്ഥിക്കാനും അതുപോലെ ഇതിനൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഇത് ടൗണിൽ തന്നെയാണ്. മണാലിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാവുന്നുള്ളൂ. മണാലിയിലെ ആ മാൾ റോഡിൻ്റെ തൊട്ടടുത്ത് നടന്നു വരേണ്ട ദൂരമുള്ളൂ കേട്ടോ. അവിടെ ജസ്റ്റ് വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാം. സോ ദിസ് ഇസ് എ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇവിടെ ഇന്ന് ആക്ച്വലി എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി ഇന്ന് എന്തോ ഒരു സെലിബ്രേഷൻ പരിപാടി നടക്കുന്നുണ്ട്. സോ കുറച്ച് ആൾക്കാരും തിരക്കുകളൊക്കെ കാണുന്നുണ്ട്. പ്രാർത്ഥന എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഇതാണ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, കാരണം നല്ല ക്രൗഡുണ്ട് ഇവിടെ. സോ ഞാൻ പുറത്തുനിന്ന് അതിൻ്റെ ഇതൊക്കെ എടുത്തു. ഇത് നമ്മുടെ ഏകദേശം ധർമ്മശാല കണ്ട പോലത്തെ ഏകദേശം മൊണാസ്ട്രി തന്നെയാണ്. ആ രീതിയിലുള്ള മൊണാസ്ട്രി തന്നെയാണ്. സോ ഞാൻ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ പുറത്തിറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ സമയത്ത് കണ്ട കാഴ്ചകളൊക്കെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു,
ഒന്നെടുത്തു. സോ ദിസ് ഇസ് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി മണാലിയിൽ വന്നാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണ്ടോ. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഇടക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. ഇവിടെ ചായക്ക് പൈസ കൂടുതലിട്ടാ, 20 റുപ്യാണ് ചായക്ക്. ഒരു സാധാ ചായക്ക് തന്നെ 20 റുപ്യ. ഒന്നാമത് നല്ല ചൂടായതുകൊണ്ട്, നല്ല തണുപ്പായതുകൊണ്ട്, ചൂടല്ല നല്ല തണുപ്പായതുകൊണ്ട് ഒന്ന് ചൂടാവാൻ, ബോഡി ഒന്ന് ചൂടാവാൻ വേണ്ടി ഇടക്കിടയ്ക്ക് ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കിവിടെ അത്ര ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചായക്ക് 20 റുപ്യ. ഞാനിവിടെ വന്ന സ്ഥിതിക്കും മുംബൈയിലും ഡൽഹിയിലൊക്കെ 10 രൂപയ്ക്കും 15 രൂപയ്ക്ക് ചായ ഉണ്ട്, 20 റുപ്യക്കും ചായ ഉണ്ട്. കുറച്ച് വലിയ ഗ്ലാസ്സിലാണ്. ഇത് ചെറിയ ഗ്ലാസ്സിൽ പോലും സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 20 റുപ്യക്കാണ് ചായ. സോ മണാലിയിൽ ഷിംലയിൽ കുറച്ച് കോസ്റ്റ്ലി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫുഡിനും കുറച്ച് കോസ്റ്റ്ലി ഉണ്ട്. ഞാൻ നോക്കും, ഇന്നലെ രാത്രി കഴിച്ചപ്പോൾ കുറച്ച് പൈസ കൂടിയായിരുന്നു. സോ നമ്മളിന്ന് പോകുന്നത് ഹിഡിംബ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇവിടെ ഫേമസ് ടെമ്പിളാണ്. നമുക്ക് അവിടത്തേക്ക് പോവാം. രാവിലെ തന്നെ, ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 8:30-9 മണിയായി. ഞാൻ അങ്ങനെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. സോ എന്താ പറയുക, അങ്ങോട്ടേക്കൊന്ന് പോവാം. ഓക്കെ, നല്ല തണുപ്പുണ്ട് ആക്ച്വലി. സോ നമ്മൾ അങ്ങനെ ഏകദേശം കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് ഹിഡിംബ ടെമ്പിളിലേക്കുള്ള വഴി. മുകളിലോട്ടാണ് വേ ടു ഹിഡിംബ ടെമ്പിൾ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. സോ നല്ല അടിപൊളി സ്ഥലം. നമ്മൾ ധർമ്മശാലയെ കണ്ട പോലെ ഹിമാചലിലെ മെയിനായിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. കുറച്ച് നടക്കാനുണ്ട്. ഒരു ചെറിയ ട്രക്കിങ്, അത്ര വലുതൊന്നുമില്ല, ചെറിയ ട്രക്കിംഗ് ആണ്. സോ നമുക്ക് ഈ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ഒന്ന് എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് അകത്തേക്ക് പോകാം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു വലിയ ഒരു ക്രൗഡൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഞാൻ ഇന്നലെ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ധർമ്മശാലയിൽ വലിയ തണുപ്പ്, ധർമ്മശാലയിൽ അപേക്ഷിച്ച് നോക്കുമ്പം ധർമ്മശാലയിൽ വളരെ തണുപ്പ് കുറവായിരുന്നു. ഇവിടെയാണ് കാരണം ഒന്നാമത് നമ്മൾ ഉയരത്തിലെത്തിയല്ലോ. ധർമ്മശാലയിൽ നിന്ന് മണാലി വന്നു, ഹിമാചൽ പ്രദേശ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു നമ്മൾ ലഡാക്കിലേക്ക്. കുറച്ച് അത്യാവശ്യം പോകാനുണ്ട്. സോ അവിടത്തേക്ക് ഞാൻ പോകണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഒന്നാമത് എനിക്ക് ഈ തണുപ്പൊന്നും അങ്ങനെ പിടിക്കില്ല. മാത്രമല്ല അതിൻ്റെ സ്യൂട്ടും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം അത്യാവശ്യം കയ്യിലില്ല. പിന്നെ പോകണമെങ്കിൽ നമ്മൾ അതിൻ്റെ വലിയ എന്താ പറയുക നല്ല തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പുതപ്പും നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ വേണം. ഇന്നലെ ഇവിടുന്ന് ഒരു ജാക്കറ്റ് ഞാൻ വാങ്ങി 1100 റുപ്യേന്. അതാ ഇപ്പോൾ കയ്യിലുള്ളൂ. സോ ലേ ലഡാക്ക് ഇപ്പം പോകാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയമാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. എനിവേ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നേരെ നമുക്ക് മണാലിയിൽ നിന്ന് ഷിംലയിലേക്ക് പോകാം. കുള്ളു ഉണ്ട്. കുള്ളു ഏകദേശം ഇതേപോലെ തന്നെയാണ്. കുളു അല്ലെങ്കിൽ കുള്ളു എന്നൊക്കെ പറയും. ഷിംല, മണാലി, കുളു ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹിമാചലിലെ സ്ഥലങ്ങൾ. പിന്നെ ലേ ലഡാക്ക് ഉണ്ട്, അത് മുകളിലോട്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യയുടെ ടോപ്പിലെത്തി. സോ നമ്മൾ നടന്നങ്ങനെ വന്നു. ഇത് കണ്ട നിങ്ങൾ, അടിപൊളി സ്ഥലം അല്ലേ, സൂപ്പർ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഈ സമ്മർ സീസണിൻ്റെ ബ്യൂട്ടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിനി വിൻ്ററിൽ വരികയാണെങ്കിലോ തണുപ്പ് കാലത്ത് വരികയാണെങ്കിലും ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന ടെമ്പിളും ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. ഈ ഇലയുടെ മുകളിലൊക്കെ മഞ്ഞായിരിക്കും, വെളുത്ത വൈറ്റ് മഞ്ഞ്. അതുപോലെ ടെമ്പിളിൻ്റെ മുകളിലൊക്കെ ഫുള്ള് മഞ്ഞ് വീണ്ടാണ്ടായ നല്ല വിൻ്റർ സമയത്ത്, നല്ല മഞ്ഞ് പെയ്യുന്ന വിൻ്റർ സമയത്തൊക്കെ എത്തി. ആ സമയത്തൊക്കെ എത്തണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോഡി കൂടി ഒന്ന് സെറ്റാവണം. കാരണം ഈ നമ്മൾ ശ്വാസം മുട്ടൽ, ആസ്മൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല വരുമ്പം നമ്മൾ നല്ല നമ്മളെ പ്രിപ്പറേഷൻ ചെയ്തിട്ട് വരിക. അങ്ങനെയുണ്ട്, സൂപ്പർ സ്ഥലമല്ലേ. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അത്. നമ്മൾ വന്ന വഴിയാണ്. കുറച്ച് മുകളിലോട്ട് കയറണം. ഈ ബാഗും വെച്ച് മുകളിലോട്ട് വലിച്ച് കയറാൻ പറ്റുന്നില്ല. നല്ല കതപ്പ് വന്നു. പിന്നെ തണുപ്പടിച്ചിട്ടില്ല, മൂക്കടപ്പ്, ജലദോഷമൊക്കെ ഉണ്ട്, തൊണ്ടവേദന, തലവേദന എല്ലാം ഒരുമിച്ച് വന്നു. എനിവേ ഈ സ്ഥലം കാണുമ്പോഴാണ് ആകെ ഒരു ആശ്വാസം. നല്ല അടിപൊളി സ്ഥലം, സൂപ്പർ. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറാനാണ് ഇനിയും. ഹിഡിംബ ടെമ്പിളിലേക്ക് കുറച്ചുകൂടി മുകളിലോട്ട് കയറാനുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിവേ നമ്മൾ ഏകദേശം ഈ ഹിഡിംബ ടെമ്പിളിൻ്റെ അടുത്തെത്താറായി. ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ തുറക്കണത്രേ, സ്റ്റാളൊക്കെ പൂട്ടി കിടക്കുന്നു. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 8-9 മണി ആവണത്രേ.
ഞാൻ രാവിലെ തന്നെ വന്നു, കാരണം പെട്ടെന്ന് നമുക്ക് മണാലിയിലെ മെയിനായിട്ടുള്ള സൈറ്റ് സീയിങ് ഒക്കെ കണ്ടു തീർക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. നല്ല അടിപൊളി എന്താ പറയുക, സൂര്യൻ അതിൻ്റെ ഇടക്ക്, ഈ മരങ്ങളുടെ ഇടക്ക് സൺലൈറ്റ് വരുമ്പോൾ, സൂര്യപ്രകാശം വരുമ്പോൾ നല്ല സുഖമാണ് അത് കൊള്ളാൻ വേണ്ടി. കാരണം നല്ല തണുപ്പുണ്ട്, ആ തണുപ്പത്ത് ഇടക്ക് നല്ല ചൂടാവുക എന്ന് പറയുന്നത് നല്ലൊരു സുഖമുള്ള പരിപാടിയാണ്. സോ ആ സൂര്യൻ്റെ ലൈറ്റ് കുറച്ച് ഞാൻ വെയിൽ കായുന്നുണ്ടായിരുന്നു. പിന്നെ കച്ചവടക്കാർ കണ്ടോ, ഇവിടെ ഒരുപാട് ഷോപ്പുകാരൊക്കെ കാണുന്നുണ്ട്, കൈനോട്ടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കൈനോട്ടക്കാർ പെണ്ണുങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കല്ലൊക്കെ പാവി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അവസാനം ഇവിടെ എത്തി. ഇതാണ് ഹിഡിംബ ടെമ്പിൾ. ഹിഡിംബ ടെമ്പിൾ എന്ന് അവിടെ ബോർഡും കണ്ടിട്ട്, ഞാൻ നെറ്റിൽ നോക്കുമ്പോൾ ഹിഡിംബ ടെമ്പിൾ എന്നും കാണുന്നുണ്ട്. സോ എനിവേ ഹിഡിംബ ടെമ്പിൾ എന്ന് അവിടെ ബോർഡ് നമ്മൾ താഴെ കണ്ടു. ആ ഹിഡിംബ ടെമ്പിളിൻ്റെ അവിടെ ഞാൻ എത്തി. വലിയ തിരക്കൊന്നുമില്ല, ഇവിടെ തിരക്ക് കുറവാണ്. ഇവിടെ രാവിലെയൊക്കെ എന്താ പറയുക, തിരക്കാവുന്നത്രേ ഉള്ളൂ. സോ മണാലിയിലെ വളരെ ഫേമസ്, ഇവിടെ വരുമ്പോൾ ഒരു കാണേണ്ട ഒരു സ്ഥലമാണ് ഹിഡിംബ ടെമ്പിൾ എന്ന് പറയുന്നത്. എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമോ, ഇത് തടിയിൽ തീർത്ത ഒരു ടെമ്പിളാണ്. മരവില്ല, വുഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വുഡ്. മരത്തിലാണ് ഈ ടെമ്പിൾ പണിത് വെച്ചിരിക്കുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു ടെമ്പിളിൻ്റെ അല്ല, ഒരു വേറെ ഒരു രീതിയാണ്. മാത്രമല്ല ഇവിടെ കണ്ടോ കൊമ്പൊക്കെ കണ്ടോ, മാനിൻ്റെ കൊമ്പ്. ഈ ഹിമാചൽ പ്രദേശിലൊക്കെ ഉണ്ടാകുന്ന ആ ടൈപ്പ് മാനാണ് തോന്നുന്നു. അതിൻ്റെ കൊമ്പുകളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ കല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കല്ലിൻ്റെ ഇടയ്ക്ക് തടികൾ കാണാൻ പറ്റും, വുഡ് കാണാൻ പറ്റും. സോ ആ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അതിൻ്റെ ആ ഒരു മുകളിലത്തെ റൂഫ് കണ്ടോ, റൂഫൊക്കെ വേറെ തന്നെ ഒരു തടിയിൽ തീർത്തയാണ്. അതാണ് അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. സോ അതിൻ്റെ ഏറ്റവും മുകളിൽ അതേപോലെ എന്താ പറയുക, ഒരു മകുടം പോലത്തെ ഒരു റൗണ്ട് ഷേപ്പും ഉണ്ട്. സോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരുടെ പ്രാർത്ഥിച്ചു, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഇതേപോലത്തെ ടെമ്പിൾ കിട്ടി. ഇന്നത് വലിയൊരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. ആൾക്കാർക്ക് ഒരു തീർത്ഥാടന യാത്ര വരുന്ന അതിലുപരി ആൾക്കാർ ഇത് കാണാൻ വരുന്ന ഒരു സ്ഥലമായി മാറി. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ദർശനത്തിനൊക്കെ പോകാറുണ്ട്. ദർശനത്തിന് പോയിട്ട് അതിലൊരു പൂജാരി ഉണ്ട് തോന്നുന്നു, പൂജാരി ഉണ്ട്. ഒരു റോക്ക് പോലത്തെ കുറേ പാറക്കൂട്ടങ്ങളുടെ ഇടയിലാണ് അതിൻ്റെ ഉള്ളിൽ വിഗ്രഹത്തിനൊക്കെ കാണാൻ പറ്റിയത്. ഞാൻ അകത്ത് കയറിയിട്ടില്ല, പുറത്തുനിന്ന് ജസ്റ്റ് കണ്ടതുള്ളൂ. സോ ഇതൊരു ടെമ്പിളാണ്, ആ രീതിയിൽ നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ട് വരണം. സോ ഇവിടെ സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. ഇവിടെ ഒക്കെ നല്ല എന്താ രസമല്ലേ. ആ ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ നടുവിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. സോ നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഞാൻ മുമ്പ് യൂട്യൂബിൽ വേറെ വീഡിയോസ് കണ്ടപ്പോൾ വിൻ്റർ സമയത്തൊക്കെ ഈ റൂഫുണ്ടല്ലോ, ഈ ടെമ്പിളിൻ്റെ മുകളിൽ ആ റൂഫിലൊക്കെ മുഴുവൻ മഞ്ഞായിട്ടുണ്ടാവും. വൈറ്റ് കളറാണ് ഇവിടെ മൊത്തം. ഇവിടെ ഫുൾ ഐസ് വീണിട്ട് വൈറ്റ് കളറായിട്ടുണ്ടാവും. അന്ന് ആ സമയത്ത് വിൻ്റർ സമയത്തുള്ള ബ്യൂട്ടി എന്ന് പറയാം. ഇതിപ്പം നമ്മളെ സമ്മർ സമയമാണ്, സമ്മർ സമയത്തുള്ള ബ്യൂട്ടിയാണ്. സമ്മർ സമയത്ത് നമുക്കിതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ പിന്നെ മഞ്ഞ് കാണുന്നില്ല എന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ വിൻ്റർ സമയത്ത് വരിക, നവംബർ ഡിസംബർ മുതൽ തുടങ്ങും. സോ ഇതാണ് അടിപൊളി സ്ഥലം. പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകളൊക്കെ ഇവിടെ ഉണ്ട്. റിക്രിയേഷണൽ സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ചെറിയ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇത് അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നടന്നു വരുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. ഇതറിയില്ല, ഇതാണ് യാക്ക് അല്ലേ. യാക്ക്, ഇതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യാം. ഒരു സാധു മൃഗം പോലെയല്ലേ യാക്ക്. മെയിനായിട്ട് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യത്തുണ്ട്. പിന്നെ ഹിമാലയൻ പർവ്വത നിരകളിലൊക്കെയാണ് ഈ മൃഗത്തിനെ കാണാൻ പറ്റുക. അത് ശരിക്കും ഒരു പശുവിൻ്റെ ഫാമിലിയിൽ പെട്ടാണെന്നാണ് പറയുന്നത്. ഇതിനെ ഭക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇതിൻ്റെ മാംസം ഭക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. യാക്ക് എന്ന് പറയും. അതിൻ്റെ മുകളിൽ കയറി നമുക്ക് സവാരി ചെയ്യാം കേട്ടോ. മറ്റേ ഹോഴ്സ്, കുതിര സവാരിയുണ്ട്. അതേപോലെ ഇവിടെ മറ്റൊരു യാക്ക്, അവനോട് ഇങ്ങനെ നിൽക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ നിൽക്കും, ഇതൊരു പ്രതിമ പോലെ നിൽക്കും യാക്ക്. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് വേറെ രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നു. ഇത് ശരിക്കും ഇതിൻ്റെ മുകളിൽ ഡെയിലി പോകുന്ന ആൾക്കാരാണ്, ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇതിൻ്റെ പുറത്ത് കയറി സവാരി ചെയ്യുക, പൈസ കൊടുക്കുക. എൻ്റെ രാത്രിയാകുമ്പോൾ ഇവർ ഇതിനെ കൊണ്ട് വീട്ടിലേക്ക് പോകും, രാവിലെ വീണ്ടും വരും. സോ ഒരു ജീവിത വരുമാനം എന്ന് പറയാം. ടൂറിസവുമായി ബന്ധപ്പെട്ട വരുമാനം തന്നെ ഇതൊക്കെ. ഹോഴ്സ് റൈഡിങ്, ചില സ്ഥലത്ത് ക്യാമൽ റൈഡിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ യാക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹിമാലയൻ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിനെ കൂടുതൽ കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് ഇറക്കി കുറച്ച് നടന്നപ്പോൾ പോകുന്ന വഴിക്ക് വേറൊരു പാർക്ക് കണ്ടു. ഒരു ഇക്കോ പാർക്ക് പോലെ, ഒരു അടിപൊളി നേച്ചർ പാർക്ക്.
അപ്പോൾ ഇതിനകത്ത് കയറി ഇത് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മണാലിയിലൊരു പാർക്കാണിത്. പാർക്കല്ല, ഒരു 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 ഫോറസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. പാർക്ക് പോലെ വലിയൊരു ഡെക്കറേഷൻ ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു ആനിമൽസൊക്കെ ഉണ്ട്. അതുപോലെ ബേഡ്സിനെ കാണാൻ പറ്റും. മെയിനായിട്ട് ഈ ഹിമാചൽ പ്രദേശ് ഏകദേശം നമ്മുടെ ഹിമാലയത്തോട് അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെയാണല്ലോ, അവിടെ കാണുന്ന ടൈപ്പ് പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് കാക്ക, വേഴാമ്പൽ, ചെമ്പോത്ത്, മൈന, ഇത് തത്ത, ഇങ്ങനത്തൊക്കെയാണല്ലേ. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു നമ്മളെ മുകളിലോട്ടെത്തുമ്പം ഒരു പീഠഭൂമിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് എത്തുമ്പം അവിടെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താ പറയുക ജീവികളും മൃഗങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറയുമോ, പശു. നമ്മുടെ നാട്ടിലെ പശു ഇല്ലേ, നമ്മുടെ നാട്ടിലെ പശുവിനെ പോലെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. എന്ന് പറയുമോ, കുറച്ച് രോമങ്ങളുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു യാക്കിനെ കണ്ടില്ലേ, നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് യാക്കിനെ കണ്ടു. ആ യാക്കിന് രോമം കണ്ടില്ലേ, അത് അതിൻ്റെ അതിജീവനത്തിനാണ്. അതിൻ്റെ അതിജീവനക്കാൻ വേണ്ടി, കാരണം അത്രയും തണുപ്പുണ്ട് ഇവിടെ. സോ ആ രോമക്കുപ്പായം എന്തായാലും അതിലുണ്ടാവും. സോ അതിൻ്റെ എന്താ പറയുക, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ആ ജീവി അങ്ങനെ പരിണമിച്ച് വന്നത് അല്ലേ. അങ്ങനെ പരിണമിച്ച് വന്ന ആൾക്കാർക്കാണ് അതിജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെയാണ് ഞാൻ പശുവിനെയും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ മണാലിയിലെ പശുക്കൾക്കും ഇതേപോലെ കുറച്ച് രോമങ്ങളുണ്ട്. കുറച്ച് രോമങ്ങൾ, കാരണം അത്രയും തണുപ്പുള്ള സ്ഥലമാണ്. ആ തണുപ്പുള്ള സ്ഥലത്ത് അതിനെ ആ രോമക്കുപ്പായാണ് അതിനെ പ്രതിരോധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കേരളത്തിലൊന്നും സാധാരണ നാടൻ പശുവിനൊന്നും രോമങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അതിലൂടെ അതിജീവിക്കാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയുക, ഈ തണുപ്പത്ത് നല്ല വിൻ്റർ തണുപ്പ് സമയത്ത് അതിന് പിടിച്ചിക്കാൻ പറ്റില്ല ചിലപ്പോൾ. പക്ഷേ ഇവിടുത്തെ ഞാൻ നോക്കുമ്പോൾ ഇവിടുത്തെ പശു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മണാലിയിൽ. അതിന് ചെറിയ രോമങ്ങളുണ്ട്. ചെറിയ മീൻസ് കുറച്ച് രോമങ്ങൾ. ആ രോമങ്ങളില്ലാണ്ട് അതിന് പിടിച്ചേക്കാൻ പറ്റില്ല. അതാണ് അതിജീവനത്തിനെ ഇവിടെ അതിനെ പ്രേരിപ്പിക്കുന്ന കാര്യം. സോ അപ്പോൾ ഇതാണ് ചെറിയൊരു ഫോറസ്റ്റ്, നേച്ചർ ട്രയൽ ഓൾഡ് മണാലി. നേച്ചർ ട്രയൽ ഉണ്ട് ഓൾഡ് മണാലി. കുറച്ചൊരു 2 കിലോമീറ്റർ അപ്പുറം പോകാനുണ്ട്. അവിടത്തേക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് പോകട്ടോ. ഇവിടെ കുറച്ച് നടക്കാനൊക്കെ, രാവിലെ ഇപ്പോൾ ഇവിടെ ജോഗിങ്ങിനും എക്സസൈസ് നടക്കാനൊക്കെ വരുന്ന ആൾക്കാരെ കാണാം. ടൂറിസ്റ്റുകളും വന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യും. വലുതാണ് കേട്ടോ, വലിയ നല്ല എന്താ പറയുക, നീളമില്ല അല്ലെങ്കിൽ വിസ്താരമുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണ്. ചെറിയ ഫോറസ്റ്റ്, നല്ല രസമുണ്ട് ആക്ച്വലി, നല്ല ഒരു ആംബിയൻസ്. സോ ഇവിടെ കുറച്ച് സമയം വന്നിട്ട് നമ്മൾ മണാലിലൊക്കെ വന്നാൽ ഏകദേശം 1 മണിക്കൂറൊക്കെ വന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാം, ഇരിക്കാം, അതിന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ.
അപ്പോൾ ഞാൻ അവിടുന്ന് ബസ് കയറിയിട്ട് ഞാൻ നേരെ സോലാങ് വാലിയിലേക്ക് പോകണം. സോലാങ് വാലി എന്ന് പറയുന്ന മണാലിയിലെ വളരെ ഫേമസ് ആയ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാണ്. എന്താ പറയുക, ആൾക്കാർക്ക് പാരാഗ്ലൈഡിങ് അതുപോലെ റൈഡിങ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു സ്ഥലമാണത്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് പോവാം. സോ ഇതാണ് മണാലിയിലേക്കുള്ള ഉൾനാടൻ എന്താ പറയുക റോഡുകൾ. എന്താ മനോഹരമല്ലേ. വീടുകൾ കണ്ടോ നിങ്ങൾ? ആ ഒരു ചെറിയ എന്താ പറയുക മരത്തിലെടുത്ത വീടുകൾ കാണുന്നുണ്ട്. നമ്മുടെ മരം കൊണ്ടുണ്ടാക്കിയ വീടുകളും കാണുന്നുണ്ട്. സോ അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നോക്കുക നിങ്ങൾ. എന്താ മനോഹരമല്ലേ. വാവ്, സൂപ്പർ, ഇറ്റ്സ് അമേസിങ്. ദൂരെ കാണുന്ന മലകൾ കണ്ടോ? അതിപ്പോൾ സമ്മർ ആയതുകൊണ്ട് മഞ്ഞൊക്കെ ഉരുകിപ്പോയി. പക്ഷേ വിൻ്റർ സമയത്ത് നമ്മൾക്ക് വരികയാണെങ്കിലോ മഞ്ഞ് മൂടിയിട്ടുണ്ടാവും. ആ മഞ്ഞിലൊക്കെ നടന്നാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒന്നുമില്ലാതെ നടന്നാൽ ഐസായിട്ട് ഡിം. അവിടെ തന്നെ നമ്മൾ മമ്മിയായിട്ടുണ്ടാവും. മമ്മിയായിട്ടുണ്ടാവും. അത്രയും ഹൈറ്റുള്ള മലകളല്ലേ അവിടെ. ഏറ്റവും മലയുടെ മുകളിൽ നിങ്ങൾക്ക് ഐസ് കാണാൻ പറ്റുമല്ലേ. കാരണം എന്താ, ഹിമാലയത്തിൽ നിന്ന് വരുന്നതാണ്. ഹിമാലയത്തിൽ വരുന്ന കാറ്റിൻ്റെ തണുത്ത കാറ്റ് അവിടെ ഐസായി നിൽക്കുകയാണ്. ഹിമാലയത്തിൻ്റെ എല്ലാം കുറച്ച് താഴെ വരുന്നതാണല്ലോ ഇതൊക്കെ. സോ ഇറ്റ്സ് വെരി ഫാൻറ്റാസ്റ്റിക് മണാലിയിൽ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ്. ഹണിമൂണ് ഇതിനൊക്കെ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണ്. വെഡ്ഡിങ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളൊക്കെ മണാലിയിലുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന റൂം ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എനിക്ക് പണി കിട്ടീനി. എന്നാൽ ഞാൻ താമസിച്ചൊരു റൂമിൽ അവന് ഒരു ദിവസത്തെ എന്നോടത് പൈസയും വാങ്ങിയിട്ട് അവൻ പറഞ്ഞു എന്താ പറയുക 12 മണിക്ക് ചെക്കൗട്ടാണ്. സാധാരണ 24 hours തരിക. അത് പറയാതെ ഹിന്ദിയിൽ എന്നോട് എന്തൊക്കെയോ പറഞ്ഞ്, എനിക്ക് ഹിന്ദി അറിയില്ലെന്ന് അവന് ഏകദേശം അറിയാം. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതാണെന്ന്. ഏകദേശം ഹിന്ദി കുറച്ച് അറിയില്ലെന്ന് അവനറിയാം. പക്ഷെ അതൊക്കെ വെച്ച് ആണ് നമ്മളെ പറ്റിക്കുന്നത്. സോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മണാലിയിൽ ഫുഡിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലുണ്ട്. ഇല്ലയെന്ന് പറയുന്നില്ല, കുറച്ച് കൂടുതലുണ്ട് അത്യാവശ്യം നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ. അതുപോലെ റൂമൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നല്ല റൂമൊക്കെയാണ് നോക്കണം. പൈസ ഒക്കെ ആദ്യം ചോദിക്കുക. 24 hours ആണോ അതോ 12 hours ആണോ ചെക്കൗട്ട് ടൈമൊക്കെ ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് ടാക്സിക്കാരൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതേപോലെ മൗണ്ടെയിൻ ബൈക്കെന്നോ അല്ലെങ്കിൽ ATV നമുക്ക് വിളിക്കാം. അതായത് ഓൾ ടെറൈൻ വെഹിക്കിൾ എന്ന് പറയുന്നില്ലേ, എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല പവർഫുള്ളായ ബൈക്കുകളെ ഓൾ ടെറൈൻ വെഹിക്കിളെന്നോ അല്ലെങ്കിൽ മൗണ്ടെയിൻ ബൈക്കെന്നോ ഇങ്ങനെ പോവും. അതിന് എനിക്കൊന്ന് ഒരാൾക്ക് 50 രൂപ 100 രൂപ ചാർജ് ആയിട്ടുണ്ട്. ഒരു റൈഡ് ഇവർ നടത്തും. സോ ഇവിടെ ഒരുപാട് ബൈക്കുണ്ട് കേട്ടോ. ബൈക്കിൻ്റെ ഒക്കെ മെയിൻ സെൻറ്റർ ഇവിടെ തന്നെ. മൗണ്ടെയിൻ ബൈക്ക് ഇവിടെ ഒരുപാട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാറുകളും ബസ്സുകളൊക്കെ ഉണ്ട്. സോലാങ് വാലി മെയിനായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഞാനിവിടെ വന്നു. ഇതാണ് സോലാങ് വാലി എന്ന് പറഞ്ഞാൽ. ഇത് വലിയൊരു താഴ്വര തന്നെ, വലിയൊരു താഴ്വര. അതിന് എന്താ പറയുക, ടൂറിസത്തിന് പർപ്പസിലൊക്കെ ആൾക്കാർ വരുന്നത്. അതുപോലെ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ലേഡീസിനൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പരിപാടിയാണ്. ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ചായയോ കോഫിയോ ലഘുഭക്ഷണം ചെറിയ ലൈറ്റ് ഫുഡൊക്കെ കൊടുക്കുക. ആൾക്കാർ വന്ന് കഴിക്കും. തിരക്ക് അത്യാവശ്യം ഉണ്ട്, എന്നാലും കുറവാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇപ്പം വിൻ്റർ സമയത്താണെങ്കിൽ നമ്മൾ ഐസ് റൈഡിങ് ഒക്കെ ഉണ്ട്. ഐസിൽ കൂടി നമ്മൾ പോകുന്ന ഇതുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പല ഐറ്റംസിൻ്റെയും സ്പോർട്സ് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ പേര് മറന്നു കേട്ടോ. നമ്മൾ ഐസിലേക്ക് കൂടി നല്ല സ്പീഡിൽ വരുന്ന ഐസ് റൈഡിങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം അതില്ല. ഇപ്പം മെയിനായിട്ട് ഈ പാരാഗ്ലൈഡിങ് ആണുള്ളത്. പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതുണ്ട്. പാരാഗ്ലൈഡിങ് 2-3 പാക്കേജ് ഉണ്ട് കേട്ടോ. ചെറിയ പാക്കേജ് മുതൽ എത്ര 3500 പാക്കേജ് വരുന്നുണ്ട്. അതിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കാണാം. പിന്നെ അപ്പുറം കേബിൾ കാറിൻ്റെ ഇതും അപ്പുറം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് സോലാങ് വാലി എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇങ്ങനത്തെ 2-3 ആക്ടിവിറ്റീസൊക്കെ ഇവിടെ വന്ന് ചെയ്യുക. ഇത് മണാലിയിൽ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യാതിരിക്കുക. അത് വരുന്നുണ്ടോ, ഒരു പാരാഗ്ലൈഡിങ് വരുന്നുണ്ടോ. ഇത് ഷോർട്ട് എന്താ പറയുക, ഹൈറ്റ് ഇല്ല. ഇത് ഹൈറ്റ് കുറവാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകുന്നുണ്ട്, അതിന് ചാർജ് കൂടുതലാണ്. സോ അതിൻ്റെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അവർ പ്രൊഫഷണൽ എക്സ്പേർട്ട് ആയിരിക്കും. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അറിയാം. കാരണം ഈ പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുമ്പം അതിൻ്റേതായ ഒരു മുൻപരിചയമൊക്കെ വേണമല്ലോ. നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെ പോയി എടുത്ത് എവിടെയെങ്കിലും പോയി അടിച്ചിനെങ്കിൽ പപ്പടാവും.
ഇതാ അങ്ങനെ വേറൊരു പാരാഗ്ലൈഡിങ് വരുന്നുണ്ട്. ഇത് ഷോർട്ടാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഒരു ഷോർട്ട് ഫ്ലൈ ആണിത്. ഷോർട്ട് ഫ്ലൈ നമുക്ക് പറയാം. ഇതിൻ്റെ വലുത് വരാനുണ്ട്, ഹൈ ഫ്ലൈ ഉണ്ട്, അത് ഏറ്റവും മുകളിൽ നിന്നത്. സോ അതിൻ്റെ റേറ്റ് ഞാനിവിടെ നോക്കുമ്പോൾ 3500 കാണുന്നത്. ഇതിന് ഷോർട്ടാണെങ്കിൽ ചെറിയ സ്ഥലത്ത് താഴെ ഉയർച്ചയാണെങ്കിൽ 1000 റുപ്യ ചാർജ് വരിക. സോ നല്ലൊരു അനുഭവമാണിത്. നല്ല ഫോണൊക്കെ എടുത്തിട്ട് ചെയ്യാം. ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എൻ്റെ ഇപ്പോൾ കുറച്ച് പൈസക്ക് ഷോർട്ടായതുകൊണ്ട് ഞാനിത് ഒഴിവാക്കി. അപ്പോൾ ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നത് എന്ത് ചെയ്തു, ഞാൻ നോക്കി നിൽക്കുന്നു. അത് ക്യാമറയിലാക്കുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനത് ക്യാമറയിലാക്കുന്നു. അതോ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റും. സോ നല്ല പരിപാടി കേട്ടോ. ആ മുകളിൽ കയറുക, അവിടെ ബാക്ക് സൈഡിലെ ഇതൊക്കെ കണ്ടോ, ബാഗൊക്കെ കണ്ടോ, അത് ഈ ബാഗാണ്. ഈ എന്താ പറയുക, ഈ ബലൂണിൻ്റെ, ഈ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഈ ബലൂണിൻ്റെ അതിവിടെ നിലത്ത് വീഴുമ്പോൾ അവർ അതിനായിട്ട് സ്റ്റാഫുണ്ട്. അവർ പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യും, എടുത്ത് പോകുന്നതുണ്ടോ, അവർ വേഗം എടുത്തിട്ട് അത് മടക്കി ബാഗിലാക്കിയിട്ട് തിരിച്ച് സ്ഥലത്ത് കൊണ്ടേക്കും. സോ ഒരു കമ്പനി സിസ്റ്റമാറ്റിക്കായി ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടെ നടന്നു. നല്ല അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. ഇവിടെ കേബിൾ കാറ് കേബിൾ കാറ് മുകളിലോട്ട് പോവും. കേബിൾ കാറിൻ്റെ പൈസ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് അത്യാവശ്യം പൈസ ഉണ്ട്. 750 രൂപ, ഒരാൾക്ക് 750 രൂപ വരും. സോ ഐ കാൺട്ട് ഹാൻഡിൽ ദിസ്. 750 രൂപയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്യാഷ് ഷോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് കേബിൾ കാറും പോകുന്നത് നോക്കിയിരുന്നു. കേബിൾ കാർ നല്ല എക്സ്പീരിയൻസ് കേട്ടോ. മുകളിലേക്ക് പോകും. നല്ല അടിപൊളി എക്സ്പീരിയൻസിലെ പരിപാടിയാണ്. സഞ്ചാരികൾ ഇതിനേക്കാൾ കൂടുതൽ സഞ്ചാരികൾ എത്തേണ്ട ഒരു സ്ഥലമാണ് സോലങ് വാലി. പക്ഷേ ഇപ്പോൾ സഞ്ചാരികൾ കുറവാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ നിന്നാണ് വരുന്നല്ലോ, ജമ്മു നിന്നാണ് വരുന്നത്. പാൽഗാമിൽ ഇഷ്യൂ കാരണമായിരിക്കും ഇവിടെയും ആൾക്കാർ കുറവാണ്. വണ്ടികളും സർവീസുകളും ഇല്ലാതെ, അത് വേറൊരു കാര്യമായിരിക്കും. ടൂറിസ്റ്റുകൾ അങ്ങനെ ഇപ്പം പുറത്ത് വരുന്നുണ്ടാവില്ല. സോ അതുകൊണ്ടായിരിക്കാം കുറച്ച് തിരക്ക് കുറവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഞാൻ ഈ കേബിൾ കാറിൻ്റെ റേറ്റൊക്കെ അന്വേഷിച്ചിട്ട് പുറത്ത് വന്നിട്ടാ. 750 ഉറുപ്പുണ്ട്, അത്രയൊന്നും നമുക്കാവില്ല. സോ നല്ല അടിപൊളി നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ നോക്കി നിൽക്കാം. ഈ പാരാഗ്ലൈഡിങ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അതൊക്കെയാണ് സോലങ് വാലി ചെയ്യാം. പിന്നെ മൗണ്ടൻ ബൈക്ക് ഉണ്ട്. മൗണ്ടൻ ബൈക്കിൽ പോയി ഒരു റൈഡ് അടിക്കാം. നല്ല അടിപൊളി സ്പീഡിൽ അവർ പിള്ളേർ എന്താ പറയുക, ബൈക്ക് ഓടിച്ച് തരും. സോ ആ ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ മുകളിൽ അതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയത്. കണ്ട, അതാണ് ഹൈറ്റ് കൂടിയത്. അപ്പർ ഹൈറ്റ് കൂടിയ പാരാഗ്ലൈഡിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് എനിക്കൊന്ന് 3500 ഉറുപ്പ ഉണ്ട് തോന്നുന്നു. ഒരു റൈഡിന് ഏകദേശം 3500 കൊടുക്കണം. അത് ചെയ്യണമെങ്കിൽ നല്ല പ്രൊഫഷണലായ അവർക്കോ പറ്റുള്ളൂ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അവരുടെ ആൾക്കാരും ഉണ്ടാവും. സൂപ്പറല്ല അത്. ചിലപ്പോൾ തിരിക്കൊക്കെ ചെയ്യട്ടോ. നല്ല പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് മുകളിൽ നല്ല ഇതിപ്പോൾ താഴത്തെ ആണെങ്കിൽ നേരെ ഡയറക്റ്റ് വരുന്നതാണ്. പക്ഷെ ഏറ്റവും മുകളിലത്തൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല റൊട്ടേറ്റ് ചെയ്യും. സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. അപ്പം നമുക്ക് ഇവിടുന്ന് പതുക്കെ സ്കൂട്ടാവാം. ഇതാ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ലേയിലേക്ക് 414 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ലേയിലേക്ക് അടൽട്ടൺ 11, ലേയിലേക്ക് 400 കിലോമീറ്ററിന് മുകളിലുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് പതുക്കെ പോകണം. ഓക്കെ, ഇതാണ് മൗണ്ടൻ ബൈക്ക് അല്ലേ, ഓൾ ടെറൈൻ വെഹിക്കിൾ. സൂപ്പർ സംഭവം അല്ലേ. C4 കമ്പനിയുടെ പേര്, CF മോട്ടോ. സൂപ്പർ കേട്ടോ. നമ്മുടെ നാട്ടിലുണ്ട്, ഹൈ റേഞ്ചിലൂടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും
അത്ര ഇത് കണ്ടിട്ടില്ല. ഇത് കുറച്ചധികം ഇറങ്ങണപ്പാ. ഇതിൻ്റെ ടൂറിസം സാധ്യതകളെ പറ്റി കേരളം മനസ്സിലാക്കണം. പിള്ളേർക്കെല്ലാം പാർട്ട് ടൈമായിട്ടൊരു ജോലിയൊക്കെ എടുക്കാൻ താല്പര്യമുള്ള പിള്ളേർക്ക് ഇതൊക്കെ ഓടിച്ച് വരുമാനം ഉണ്ടാക്കാം. ഇവിടെ ഇതൊക്കെ ഓടിക്കുന്ന പിള്ളേർ തന്നെ. അവർ ഈ വണ്ടിയുടെ നിർത്തിയിട്ട് ഇപ്പോൾ ആൾക്കാർ സഞ്ചാരികൾ കുറവായതുകൊണ്ടാണ് തോന്നുന്നു അവർക്ക് ട്രിപ്പില്ല. അവിടെ ആ മതിലിൻ്റെ മുകളിലൊക്കെ അവിടെയൊക്കെ കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ടായിന്. ഇവരുടെ ബൈക്ക് തന്നെയാണിത്. ഇതെന്തെങ്കിലും ഏതെങ്കിലും കമ്പനി നടത്തുന്നതായിരിക്കും, അവർ ജോലിക്ക് നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. സോ ആ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിന്. കാരണം സഞ്ചാരികൾ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഹോഴ്സ് റൈഡിങ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സോലങ് വാലിയിലെ മെയിൻ കാഴ്ചകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് സോലങ് വാലിയിൽ നിന്ന് ചെറുങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ.
സോ ഇതാണ് മണാലിയുടെ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തുള്ള റോഡിലാണ് നമ്മളുള്ളത്. ഇതാണ് മെയിൻ റോഡ്. ഒരുപാട് വണ്ടികളുണ്ട്, നല്ല വണ്ടികളുണ്ട്. മണാലി എന്ന് പറയുന്നത് 24 hours 365 ഡേയ്സും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് മണാലി, ഹിമാചൽ, ഷിംല. അപ്പോൾ എപ്പോഴും ആൾക്കാർ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തി പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നടന്നു. കാരണം എനിക്ക് ഇനി രാത്രിയാണ് ബസ്സുള്ളത്, ഷിംലയിലേക്ക് പോകണം. രാത്രിയല്ല, നമുക്ക് ഇന്ന് ഞാനിവിടെ നിന്നിട്ട് ഒന്നെങ്കിൽ ഞാൻ രാവിലെ പോവും പുലർച്ചെ. കാരണം രാവിലെ മണാലി ഷിംല റോഡ് എനിക്ക് ഒന്ന് എടുക്കണം. മണാലിയിൽ നിന്ന് ഷിംലയിലേക്കുള്ള വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഷിംലയിലേക്ക്. ആ സ്ഥലം നമുക്ക് ബസ്സിലാണ് പോകുന്നെങ്കിൽ ഞാൻ ബസ്സിലാണ് പോവുക. അപ്പോൾ ആ സ്ഥലം എന്ത് ചെയ്യണം, എനിക്കൊന്ന് എന്താ പറയുക, ഒന്ന് വ്ളോഗ് ചെയ്യണമെന്ന്, റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഞാൻ നാളെ അത് രാവിലെ, അപ്പോൾ രാത്രി പോയാൽ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, ബസ്സിൽ കിടന്നുറങ്ങേണ്ടി വരും. ഏകദേശം ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്, ഒരു 6-7 മണിക്കൂർ ഓട്ടം ഉണ്ട് തോന്നുന്നു. സോ ഞാനിവിടെ അതുപോലെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ ഇനി പോകണമെങ്കിൽ കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി പോകണം. ഇപ്പം ഭയങ്കര ടയേർഡായി. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവും, വെള്ളമൊക്കെ കുറവാണ്. ഇവിടെ പാറക്കല്ലൊക്കെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് മണാലി. അപ്പം നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഷിംലയിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഷിംലയിലെ കാഴ്ചകളും. ഓക്കെ.